സോ ഇനി മെൻ്റലിന് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് മറ്റു പലരും മെൻ്റലിന് മുമ്പ് ഇൻഹെറിറ്റൻസിൻ്റെ റീസൺ കണ്ടുപിടിക്കാൻ നോക്കിയെങ്കിൽ അവരൊക്കെ ഫെയിലായി. ദെൻ എന്തുകൊണ്ടാണ് മെൻ്റൽ മാത്രം സക്സസ് ആയത്? അതിൻ്റെ റീസൺസ് ആണ് ഇനി പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ മെൻ്റൽ ഫസ്റ്റ്ലി അനലൈസ് ദ വർക്ക് ഓഫ് ഫോമർ സയൻറ്റിസ്റ്റ് ആൻഡ് ദെൻ പ്രിപ്പയർഡ് സ്ട്രാറ്റജി ഓഫ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ മെൻ്റൽ എന്ത് ചെയ്തു? ആദ്യം തന്നെ എന്തുകൊണ്ടാണ് തൻ്റെ മുമ്പുള്ളൊരു ഫെയിൽ ആയതെന്നുള്ളതിൻ്റെ റീസൺസ് കണ്ടുപിടിച്ച് അത് തിരുത്തി. എന്നിട്ട് അദ്ദേഹം ഒരു സ്ട്രാറ്റജി ഓഫ് എക്സ്പെരിമെൻറ്റ് പ്രിപ്പയർ ചെയ്തു. ദ മെൻ്റൽ സ്റ്റഡീഡ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഓൺലി 1 or 2 ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈം. അത് നമ്മൾ പറഞ്ഞു, മെൻ്റൽ അറ്റ് എ ടൈമിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ 2 ക്യാരക്ടറിനെ കുറിച്ച് മാത്രമേ പഠിച്ചുള്ളൂ. അപ്പോൾ കുറേ കോംപ്ലക്സ് ആയുള്ള കൺഫ്യൂഷനൊന്നും എത്തിയില്ല. ക്ലിയർ ആയിട്ട് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റി. ദെൻ തേർഡ് പോയിന്റ് എന്ന് വെച്ചാൽ മെൻ്റൽ സെലക്റ്റഡ് ദ പീ പ്ലാന്റ് ഫോർ എക്സ്പെരിമെൻറ്റ് ബിക്കോസ് അതായത് നമ്മൾ പറഞ്ഞു പീ പ്ലാന്റിനെ സെലക്ട് ചെയ്തത് തന്നെ അദ്ദേഹത്തിൻ്റെ സക്സസിൻ്റെ ഒരു കാരണമാണ്. കാരണം പീ പ്ലാന്റിന് കുറേ ഗുണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? പീ പ്ലാന്റ് ഈസ് ആനുവൽ, സോ ഹി വാസ് ഏബിൾ ടു ഡു എക്സ്പെരിമെൻറ്റ്സ് ഫോർ ദ ഹോൾ ഇയർ. ദെൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് പീ പ്ലാന്റ് ഈസ് ഷോർട്ട്, കുഞ്ഞാണ് ലൈഫ് സൈക്കിൾ. സോ ഒരു വർഷം തന്നെ നമുക്ക് 2-3 വട്ടം വളർത്താൻ പറ്റും. റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും, കുറച്ച് ടൈമിനുള്ളിൽ തന്നെ കിട്ടും. ദെൻ പീ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ ആണ്, സെൽഫ് പോളിനേറ്റഡ് ആണ്. സോ പ്യുവർ ലൈൻസ് ട്രൂ ബ്രീഡിങ്ങിനെ കിട്ടാൻ അതുകൊണ്ട് എളുപ്പമായിരുന്നു, സെൽഫ് പോളിനേറ്റഡ് പ്ലാന്റ് ആയതുകൊണ്ട്. ദെൻ പീ പ്ലാന്റ് പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് സീഡ്സ് ഇൻ 1 ജനറേഷൻ. ഒരു ജനറേഷൻ തന്നെ ഒരുപാട് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. ദെൻ അതുപോലെ കുറേ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു പീ പ്ലാന്റിൽ. അത് നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ക്ലിയർ കട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ. ദെൻ അടുത്തതെന്ന് വെച്ചാൽ മെൻ്റൽ കെപ്റ്റ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് എവറി ക്രോസ് ആൻഡ് യൂസ്ഡ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഫോർ അനലൈസിങ് ഹിസ് റിസൾട്ട്. മെൻ്റൽ ചെയ്ത എക്സ്പെരിമെൻറ്റും അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടിനെ ഒക്കെ ഒരു കംപ്ലീറ്റ് റെക്കോർഡ് സൂക്ഷിച്ചിരുന്നു. എന്നിട്ട് കിട്ടിയ റിസൾട്ടിനെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് അനലൈസ് ചെയ്തു. ഓക്കെ. ദെൻ ഗ്രേറ്റ് കെയർ ഹാഡ് ബീൻ ഗിവൺ ടു അവോയ്ഡ് എക്സ്പെരിമെൻ്റൽ എറേഴ്സ്. എക്സ്പെരിമെൻ്റൽ എറേഴ്സ് ഒക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്തു. He was able to formulate appropriate hypothesis for his findings and proved it as correct through experiments. അപ്പം മെൻ്റലിൻ്റെ ഫൈൻഡിങ്സിലൂടെ അദ്ദേഹം ഒരു അപ്രോപ്രിയേറ്റ് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്തു. അത് ചുമ്മാ അങ്ങ് ഫോർമുലേറ്റ് ചെയ്യുമല്ലായിരുന്നു, അതിന് കറക്റ്റായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ പ്രൂഫും മെൻ്റൽ കൊടുത്തു. സോ ഇതൊക്കെയാണ് മെൻ്റൽ സക്സസ് ആവാനുള്ള കാര്യം. പിന്നെ അതിനേക്കാളൊക്കെ മേളിൽ മെൻ്റൽ തിരഞ്ഞെടുത്ത ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു, അതെല്ലാം ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ, ഇൻഹെറിറ്റൻസ് കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ മെൻ്റലിൻ്റെ ഒരു ലക്കായിരുന്നു, അങ്ങനെ ആ ക്യാരക്ടേഴ്സ് മാത്രം തിരഞ്ഞെടുക്കാൻ തോന്നിയത്. സോ അപ്പോൾ ഈ പോയിൻ്റൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് എക്സാമിന് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കുറേ പോയിന്റ്സ് തരും. എന്നിട്ട് അതിലൊക്കെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റ്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് ഇത്. ദെൻ സോ നെക്സ്റ്റ് റീസൺസ് ഫോർ ദ ഫെയിലർ ഓഫ് മെൻ്റൽസ് പ്രെഡിസസേഴ്സ്. മെൻ്റലിന് മുമ്പുള്ളവർ എന്തുകൊണ്ട് ഫെയിൽ ആയി എന്നുള്ള റീസൺ ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ദേ സ്റ്റഡിഡ് എ ലാർജ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, ദിസ് കുഡ് നോട്ട് ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫ്യൂ ക്ലിയർ കട്ട് ക്ലാസസ്. അവർ അറ്റ് എ ടൈമിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് പഠിച്ചു. സോ അവർക്ക് കിട്ടുന്ന റിസൾട്ട് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും, അനലൈസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. Then data was not kept accurately. Then in many cases a complete control of pollination was lacking. Pollination ഒരു കൺട്രോൾ ഇല്ലായിരുന്നു. Then in many cases F1 exhibits partial to complete sterility. F1 സ്റ്റെറൈൽ ആയിപ്പോൾ എന്ത് പറ്റും? അടുത്ത ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും. Then the number of plants studied in F2 was relatively small. കുറച്ച് നമ്പർ ഓഫ് പ്ലാന്റ്സ് F2ൽ അവർ സ്റ്റഡി ചെയ്തുള്ളൂ. ദെൻ മോസ്റ്റ് ക്യാരക്ടേഴ്സ് സ്റ്റഡീഡ് വെർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ അവർ പഠിച്ച കൂടുതൽ ക്യാരക്ടേഴ്സും ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്നത് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഫെയിലർ ആവാനുള്ള, മെൻ്റലിന് മുമ്പുള്ളൊരു ഫെയിലർ ആവാനുള്ള കാരണങ്ങൾ. ഓക്കെ. ദെൻ ഇനി ലാസ്റ്റിലായിട്ട് കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ്, ഇതുവരെ പറയാത്ത കുറച്ച് 2-3 പോയിൻറ്റ്സ് കൂടി പറയാം. ഞാൻ ഈ PPT പ്രിപ്പയർ ചെയ്തത് BD-Sing ബേസ് ചെയ്താണ്. അപ്പോൾ BD-Singൽ മെയിൻലി 2 ലോസാണ് പറയുന്നത്. ഫസ്റ്റ് ലോ ആയിട്ട് ലോ ഓഫ് സെഗ്രിഗേഷനെയും സെക്കൻഡ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റും. പക്ഷേ നിങ്ങൾ വേറെ ഒരുപാട് മെറ്റീരിയൽസ് നോക്കിയാൽ അതിൽ ലോ ഓഫ് ഡോമിനൻസും കൂടി ഒരെണ്ണം കാണാം. 3 ലോയാണ് അതിലൊക്കെ പറയാം. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത്.
Law of dominance എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദ 2 factors or alleles representing the alternative form of a trait, one is dominant and express itself in the hybrid of F1 generation. The other factor or allele is recessive and does not show its effect. അതായത് ക്രോസ് നടത്തി F1 കിട്ടുമ്പോൾ F1ൽ ഒരു ക്യാരക്ടർ മാത്രമേ കാണിക്കുള്ളൂ. ആ ക്യാരക്ടറാണ് ഡോമിനൻറ്റ് ക്യാരക്ടർ. എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടറാണ് റെസസീവ് ക്യാരക്ടർ. പിന്നെ എല്ലാ കോൺട്രാസ്റ്റിംഗ് ഫോംസിലും ഒരു ഫോം മറ്റൊന്നിനേക്കാളും ഡോമിനൻ്റ് ആയിരിക്കും. അതാണ് ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത്. അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, ഓവർ ഡോമിനൻസ്. അതൊക്കെ എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടും നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ മനസ്സിലാവും. ദെൻ മെൻഡൽ അതുപോലെ ഗാർഡൻ പി അല്ലാതെ രാജ്മയിൽ വർക്ക് ചെയ്തിരുന്നു, എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നു, ഫസ്റ്റിയോളസ് വൾഗാരിസ്. അതുകൂടാതെ ഹൈറേഷ്യം, ഹോക്ക്വീഡ് എ ഫാക്കൽറ്റേറ്റീവ് അപ്പോമിക്റ്റ് ആണത്. അതുപോലെ ഹണീബി ഹാപ്ലോയിഡ് മെയിലാണ്. അപ്പം ഹൈറേഷ്യത്തിലും ഹണീബിയിലും ചെയ്തിരുന്നു, പക്ഷെ അത് രണ്ടിലും അദ്ദേഹം ഫെയിലായിപ്പോയി. എക്സ്പെരിമെൻറ്റ് പ്രൂവ് ചെയ്യാൻ ഫെയിലായിപ്പോയി. അപ്പം അത് നോട്ട് ചെയ്യുക, ഇതിലൊക്കെയാണ്, അത് എന്തുകൊണ്ടാണ്. പിന്നെ ഹോക്ക്വീഡ് എന്നുള്ള പേര് ഓർത്തിരിക്കുക, ഏതാ ചോദിക്കാന്നറിയില്ല. സോ ദെൻ ട്രൈ ഹൈബ്രിഡ് റേഷ്യോ, ഫിനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 27:9:9:9:3:3:3:3:1. ഓക്കെ, അതുകൂടി പഠിക്കുക. ദെൻ ദ കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് ആൻഡ് റെസസീവ്നെസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മെൻഡൽ. അപ്പോൾ മെൻഡൽ തന്നെയാണ് ഡോമിനൻസ് റെസസീവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് ടേംസ് കോയിൻ ചെയ്തത് നോക്കാം ആരാണെന്ന്. ജെനറ്റിക്സ്, ജീൻ, ഹോമോസൈഗോട്ട്, ഹെട്രോസൈഗോട്ട്, അലലോമോർഫ്, F1, F2, എപ്പിസ്റ്റാറ്റിക് ജീൻ. ഈ ടേം എല്ലാം കോയിൻ ചെയ്തത് ബേറ്റ്സനാണ്. ഈ ബേറ്റ്സിൻ്റെ കാര്യം നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിരുന്നു. ജർമ്മൻ ലാംഗ്വേജിലുള്ള മെൻഡലിൻ്റെ പേപ്പറിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് ബേറ്റ്സൺ. ബേറ്റ്സൺ തന്നെയാണ് ഈ ടേം എല്ലാം കോയിൻ ചെയ്തത്. ദെൻ ജീനോടൈപ്പ്, ഫിനോടൈപ്പ്, ഈ 3 ടേം കോയിൻ ചെയ്തത് ജൊഹാൻസൺ ആണ്. ഓക്കെ, ഇനി ലാസ്റ്റിലായിട്ട് കുറേ ഫോർമുലാസ് ആണ്. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദ നമ്പർ ഓഫ് ജീൻ സെഗ്രിഗേറ്റിംഗ് എന്ന് പറഞ്ഞത് സപ്പോസ് n എന്ന് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഗമീറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2n. അതുപോലെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ പെർഫെക്റ്റ് F2 ആണെങ്കിൽ 4n. അതായത് ഇപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് എടുക്കുക, അതിലെ നമ്പർ ഓഫ് സെഗ്രിഗേറ്റിംഗ് ജീൻസ് എത്രയാണ്? 2 ആണ്. അപ്പം അത് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക, 4:2. അപ്പോൾ 16 ഇൻഡിവിജ്വൽസ് ആണ് പെർഫെക്റ്റ് F2 എന്ന് പറയുന്നത് ഡൈഹൈബ്രിഡ് ക്രോസിൽ. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ജീനോടൈപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 3:n. നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഫീനോടൈപ്പ് ആണെങ്കിൽ 2:n. നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഹോമോസൈഗസ് ജീനോടൈപ്പ് ആണെങ്കിൽ 2:n. നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഹെട്രോസൈഗസ് ജീനോടൈപ്പ് ആണെങ്കിൽ 3:n - 2:n. കാരണം എന്താ? നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ജീനോടൈപ്പിൻ്റേത് 3:n ആണ്, ഹോമോസൈഗസ് ജീനോടൈപ്പിന് 2:n ആണ്. സോ ഹെട്രോസൈഗസ് ആകുമ്പോൾ 3:n - 2:n. ഓക്കെ, ഇനി അത് വെച്ച് നമുക്ക് രണ്ട് പ്രോബ്ലം കൂടി നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഹൗ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഹാവിംഗ് ജീനോടൈപ്പ് A small a, B small b, C, D small d, E small a. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആ ജീനോടൈപ്പ് ശ്രദ്ധിക്കണം. ജീനോടൈപ്പിൽ എത്ര ഹെട്രോസൈഗസ് ലോസി ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? എയും ബിയും ഡിയും ഇയും ആണ് ഹെട്രോസൈഗസ്, സി എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആണ്. അപ്പം 4 എണ്ണം ഉണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ്? ഡിഫറെൻറ്റ് ഗമീറ്റ്സ് ആണ് വേണ്ടത്. ഡിഫറെൻറ്റ് ഗമീറ്റ്സിൻ്റെ ഫോർമുല ഉണ്ടല്ലേ ടേബിളിൽ, 2:n. അപ്പോൾ 2 ഹെട്രോസൈഗസ് ലോസ് എത്രയാണെന്ന് വെച്ചാൽ അതിന് നമ്പർ കൊടുക്കുക 4. അപ്പോൾ 16. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An F1 generation is heterozygous for the gene P showing incomplete dominance, capital R showing codominance and S showing complete dominance. How many different phenotype will be obtained in the F2 generation? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 3 ജീനാണുള്ളത്, പിയും ആറും എസും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫറെൻറ്റ് ഫീനോടൈപ്പിനാണ് വേണ്ടത്. ഡിഫറെൻറ്റ് ഫീനോടൈപ്സിൻ്റെ നമ്പർ എത്രയാണ്? 2:n ആണ്. പക്ഷേ ഈ കേസ് കംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നതിലാണ്. അതായത് ഇവിടെ കംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്ന ഒരു ജീനേ ഉള്ളൂ, അത് എസ് ആണ്. ബാക്കി രണ്ടെണ്ണം ഇൻകംപ്ലീറ്റ് ഡോമിനൻസും മറ്റേത് കോ ഡോമിനൻസും കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഫീനോടൈപ്പ് ഇൻ ദ കേസ് ഓഫ് ഇൻകംപ്ലീറ്റ് കോ ഡോമിനൻസ് ഓവർ ഡോമിനൻസിലുള്ള ഫോർമുല 3:n ആണ്. ഫീനോടൈപ്പ് കണ്ടുപിടിക്കേണ്ട ഫോർമുല 3:n ആണ്. അപ്പം നമ്പർ ഓഫ് ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ 3:n എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ജീനുണ്ട്? 2 ജീനുണ്ട്. അപ്പോൾ 3:2 ഇൻറ്റു
കംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്ന ഒരു ജീൻ 2:1. അപ്പോൾ 18. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിക്കാൻ ക്വസ്റ്റ്യനൊക്കെ ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് ലോസ് ഓഫ് മെൻ്റൽ എന്ന ടോപ്പിക്കിൽ വരുന്നത്.